ഈശ്വരാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സർജറി അറ്റൻഡ് ചെയ്യാൻ അവിടെ വേറെ ഡോക്ടർമാരൊന്നുമില്ലേ? ഒന്നുകൂടെ അവനെ വിളിക്ക്. നീ സിറ്റുവേഷന്റെ ഗൗരവം നന്നായി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടുക. നീ ഒന്നുകൂടെ വിളിക്ക്. ഇനി വിളിച്ചിട്ട് കാര്യമില്ല. ആൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞു. ശോ, ആകെ നാണക്കേടായല്ലോ ദൈവമേ. ഗസ്റ്റിനോട് എന്തു പറഞ്ഞു മുഖം രക്ഷിക്കും? അശ്വതി, എന്തായി? മാള് ജോബിനെ വിളിച്ചോ? ജോബിന് എത്താറായോ? എന്താ അശ്വതി, അവൻ ഇതുവരെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയില്ലേ? ജോബിന് ഇറങ്ങാൻ പറ്റില്ലെന്ന്. ആശുപത്രിയിൽ എന്തോ എമർജൻസി കേസുണ്ടെന്ന്. അവൻ പിന്നെയും പണി പറ്റിച്ചല്ലേ? വിരുന്നുകാരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തിയില്ലേ അവൻ? 1 മണിക്കൂറൊന്നും ഫ്രീ ആകാൻ പോലും പറ്റാത്ത എന്ത് തിരക്കാ അവനവിടെ ഉള്ളത്. ഛേ, അവനിങ്ങ് എത്താറായെന്ന് ഞാൻ ആകാശിനോട് പറഞ്ഞും പോയല്ലോ. ഇനിയിപ്പോ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? നീ ചെന്നുള്ള കാര്യം തുറന്നു പറ മുരളി. വെറുതെ അയാളെ കൂടെ കാത്തിരുന്ന് മുഷിപ്പിക്കണ്ടല്ലോ. വരാന്നും പറഞ്ഞവൻ കൊച്ചിനെ കൂടെ മോഹിപ്പിച്ചിട്ട് ഒടുക്ക അവൻ ഈ കരിങ്കാലിപ്പണി കാണിക്കുമെന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അല്ല, ഞാനൊന്ന് വിളിച്ചു നോക്കണോ? ഓ, വിളിച്ചിട്ടൊന്നും കാര്യമില്ല മുരളിയേട്ടാ. ജോബിന് ഓട്ടിയിലോട്ട് കയറാൻ പോവാന്നാ മാളൂനോട് പറഞ്ഞത്. അല്ലേലും അവൻ വരില്ല. കാല് പിടിക്കാൻ നീയായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതിലും നല്ലത് കൂട്ടുകാരനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതാ. ഇതൊരു വല്ലാത്ത ഇൻസൾട്ടായി പോയല്ലോ. ഇതവൻ മനഃപൂർവ്വം ചെയ്ത തന്നെയാ. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ വെറും മോശക്കാരാക്കുക. അത് തന്നെ അവന്റെ ഉദ്ദേശം. എന്തായി മുരളി, തന്റെ സണ്ണിൽ എത്താറായോ? അത് പിന്നെ ആകാശ്, ഒരു ചെറിയ പ്രോബ്ലം. പ്രോബ്ലമോ? എന്ത് പ്രോബ്ലം? അത് പിന്നെ ജോബിനിപ്പോൾ മോളെ വിളിച്ചിരുന്നു. ജോബിന് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അപ്പോഴൊരു സീരിയസ് കേസ് വന്നു കേട്ടത്. പേഷ്യൻ്റ് ഹോസ്പിറ്റൽ ചെയർമാൻ്റെ ക്ലോസ് റിലേറ്റീവ് ആയതുകൊണ്ട് ഫുൾ ടീം അവിടെ ഉണ്ടാവണമെന്ന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനുണ്ട്. അതുകൊണ്ട് ജോബിനിപ്പോൾ അവിടുന്ന് തൽക്കാലം ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓ, അത്രേ ഉള്ളോ? തന്റെ പറച്ചിൽ കേട്ടപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇറ്റ്സ് ഓക്കെ മുരളി, ഡസന്റ് മാറ്റർ. എന്നാലും എല്ലാവരെയും പരിചയപ്പെടാൻ വേണ്ടി ആകാശ് ഇവിടെ വരെ വന്നിട്ട് കാണേണ്ട ആളെ മിസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് സാരമില്ല മുരളി. ഒരു ഡോക്ടറുടെ തിരക്കുകൾ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അവിടുത്തേത്. സോ ലെറ്റ് ഹിം ബി ദേർ. അടുത്ത വരവിന് പുള്ളിക്കാരനെ നമുക്ക് കാര്യമായിട്ടൊന്ന് പരിചയപ്പെടാം. എന്താ? ഷുവർ. വരാൻ പറ്റാത്തത് ജോബിന് ഭയങ്കര സങ്കടമായി. തന്നോട് സോറി പറയാൻ എന്നോടും മോളോടും പ്രത്യേകം പറഞ്ഞു. നോ പ്രോബ്ലം, ഡ്യൂട്ടീസ് ഫസ്റ്റ്. പരിചയപ്പെടലൊക്കെ ഇനിയും ആവാലോ. വൈഫും കുട്ടികളും നാട്ടിലേക്കൊന്ന് വന്നോട്ടെ. എന്നിട്ട് നമുക്ക് കാര്യമായ രീതിയിൽ തന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കാം. ഈ നഷ്ടം നമുക്ക് അങ്ങനെ അങ്ങ് നികത്താമല്ലോ. അതെ, എന്നാ പിന്നെ ഞാനിനി ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഇറങ്ങട്ടെ. അയ്യോ, ലഞ്ച് കഴിക്കാതെയോ? അത് പറ്റില്ല. ജോബിന് എത്തിയില്ലാന്ന് കരുതി ഊണ് കഴിക്കാതെ പോവണ്ട. ഇവിടെ എല്ലാം റെഡിയായി, വന്നോളൂ. അത് മതി ആകാശ്, ഊണ് കഴിഞ്ഞിട്ട് പോവാം. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഇനി ഒന്നും കഴിക്കാതെ പോയതിന്റെ സങ്കടം തനിക്ക് വേണ്ടല്ലോ. എടോ, സണ്ണിൽ വരുമ്പം എന്റെ അന്വേഷണം പ്രത്യേകം പറയണം. ഷുവർ. ആകാശ് വരൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. ദാ അപൂർവയുടെ റിസൾട്ടാണ്, നോക്കൂ. എന്തു പറയുന്നു? ഡോക്ടറിന്റെ ഡയഗ്നോസിസ് കൃത്യം. ക്രോണിക് കേസ് ഓഫ് ഡിസ്മെനോറിയ. യെസ്. ഹോർമോണൽ സിസ്റ്റം വല്ലാതെ കൊളാപ്സ്ഡ് ആണ്. നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും പീക്ക് സ്റ്റേജിലും. അത് മാത്രമല്ല ജോബിൻ, യൂട്രസിലും ഓവറിയിലും ഒക്കെ മൾട്ടി ഫൈബ്രോയിഡ്സ് ആണ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ വി വിൽ ഗോ ഫോർ എ സർജറി, അല്ലേ ഡോക്ടർ? യാ ഷുവർ, അറ്റ് ദി ഏർലിയസ്റ്റ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും റിസ്ക് ആണ്. HP ലെവൽ കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചു, വളരെ കുറവാ. ആദ്യം നമുക്ക് ഹോർമോൺ ലെവൽ ഒന്ന് സ്റ്റഡി ആക്കാൻ നോക്കാം.
തൽക്കാലം അതിനുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താ? അതെ ഡോക്ടർ, അത് മതി. സർജറി അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. ജോബിൻ, ആ കുട്ടിയുടെ പാരൻസിനെ സാഹചര്യത്തിന്റെ ഗൗരവം നന്നായി പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം. ആൻഡ് മേക്ക് ഷുവർ ഇനി ഒരിക്കലും ആ കുട്ടി നമ്മുടെ അഡ്വൈസ് ഇല്ലാതെ വേറൊരു മെഡിസിനും എടുക്കുന്നില്ലെന്നുള്ളതും, പ്രത്യേകിച്ചും ആ ഹോർമോൺ സപ്ലിമെന്റ്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം ഡോക്ടർ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഈ കുട്ടിക്ക് ഇപ്പോഴെങ്കിലും ഇതൊക്കെ ജോബിനോട് റിവീൽ ചെയ്യാൻ തോന്നിയത് ഭാഗ്യം. ഈ കണ്ടീഷൻ തുടർന്നിരുന്നെങ്കിൽ പിന്നെ അധികകാലം ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴും ആ കരിയർ റിസ്ക് തന്നെയാ. എനിവേ, ലെറ്റ് us try. എന്തായി ജോബിൻ, ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയോ? ഏറെക്കുറെ എല്ലാം കിട്ടി. ഇനി 2 എണ്ണത്തിന്റെ റിസൾട്ട് കൂടി വരാനുണ്ട്. അത് നാളെ കിട്ടൂ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ ജോബിൻ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും? എന്താണെങ്കിലും എന്നോട് പറ മോനെ. കിട്ടിയ റിസൾട്ടുകളൊന്നും അത്ര പ്രതീക്ഷയ്ക്ക് വകയുള്ളതല്ല ആൻറ്റി. വേണമെങ്കിൽ എനിക്ക് ആൻറ്റിയോട് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്യാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പുവിൻ്റെ രോഗം അക്യൂട്ട് സ്റ്റേജിലാണ്. ഇനി സർജറി കൊണ്ട് എന്തെങ്കിലും ഹോപ്പുള്ളൂ. ഡ്രഗ്സിൻ്റെ ഓവർ യൂസേജ് അപ്പുവിൻ്റെ യൂട്രസിനെയും ഓവറി സിസ്റ്റത്തിനെയൊക്കെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗൈനക്കോളജിസ്റ്റ് സ്റ്റെല്ല മേരിയുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. അറ്റ് ദ ഏർലിയസ്റ്റ് സർജറിയാണ് ഡോക്ടറും റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ കോംപ്ലിക്കേഷൻ അതല്ല. ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇത്തരം ഒരു സർജറിക്ക് അപ്പോൾ ഫിസിക്കലി ഫിറ്റ് അല്ല. 1 മന്ത് മെഡിസിൻ എടുത്ത് നോക്കിയിട്ടേ സർജറിയുടെ കാര്യം തീരുമാനിക്കാൻ പറ്റുമെന്ന ഡോക്ടർ പറയുന്നത്. ആൻറ്റി അപ്പുവിനോട് നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം പറഞ്ഞിരുന്നോ? പറഞ്ഞു. നമ്മൾ സംശയിച്ചത് ശരിയായിരുന്നു ജോബിൻ. അവളുടെ പേഴ്സണൽ ഡ്രോയറിൽ ഒരുപാട് ടൈപ്പ് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. പ്രൊജസ്റ്ററൻസും ഹൈഡോസ് പെയിൻ കില്ലേഴ്സും ഒക്കെ അടങ്ങിയത്. അവൾ പറയുന്നത് പെണ്ണായിട്ട് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവൾ ഇതൊക്കെ യൂസ് ചെയ്തു എന്നാണ്. ഏകദേശം എത്ര നാളായിട്ട് അപ്പു ഈ മെഡിസിൻസ് എടുക്കുന്നുണ്ടെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? അവളോട് അതൊന്നും ചോദിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ജോബിൻ ഞാൻ. ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതായിരുന്നു എൻ്റെ സങ്കടം. സിറ്റുവേഷൻ ഇത്ര അക്യൂട്ട് സ്റ്റേജിലാവണമെങ്കിൽ അപ്പു കുറച്ചധികം നാളുകളായിട്ട് ഈ ഡ്രഗ്സ് എടുത്തിരിക്കണം. യൂട്രസിന്റെ കണ്ടീഷൻ അത്രയ്ക്ക് വേഴ്സ് ആണെന്ന ഗൈനക്കോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ. ക്യാൻസർ ആയേക്കാവുന്ന 1-ലധികം ഗ്രോത്തുകൾ ടെസ്റ്റിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ അത്രയ്ക്ക് മോശമാണെങ്കിൽ യൂട്രസ് റിമൂവൽ തന്നെ വേണ്ടിവരും. ആൻറ്റിയോട് തുറന്ന് പറയാമല്ലോ. യൂട്രസ് റിമൂവൽ അപ്പുവിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. പക്ഷേ പ്രശ്നം അതല്ല. മറ്റ് പല ഓർഗൻസിലേക്കും ചിലപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ ഓവർ കൺസെപ്ഷൻ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വിചാരിക്കുന്നതിനേക്കാൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ജോബിൻ പറയും, ഞാൻ എന്താ വേണ്ടത്?
എന്തിനും ഞാൻ തയ്യാറാ. പക്ഷേ അപ്പൂന് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തിരിച്ചു വേണം ജോബിൻ. എന്റെ അപ്പൂന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആൻറ്റി പരിഭ്രമിക്കാതിരിക്കുക. നമുക്ക് നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യാം. എല്ലാം നല്ലതായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അപ്പു ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് ഈ പറഞ്ഞ മെഡിസിൻസ് എടുക്കാതെ പ്രത്യേകം സൂക്ഷിക്കണം. പിന്നെ 1 മാസത്തേക്കുള്ള മരുന്നുകൾ ഡോക്ടർ എഴുതിയിട്ടുണ്ട്. അത് മുടങ്ങാതെ നോക്കണം. 2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റുകളൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കുറച്ച് നാള് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറയണം അപ്പൂനോട്. ഓവർ ബ്ലീഡിങ്ങോ മറ്റോ ഉണ്ടായ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മെഡിസിൻ ഇതിൻ്റെ അകത്തുണ്ട്. റിസൾട്ടൊക്കെ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ആൻറ്റി ഇവിടെ ഇല്ലേ? റൂമിലുണ്ട്, കിടക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കണോ ജോബിൻ? വേണ്ട ആൻറ്റി, കിടക്കട്ടെ. ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞാൻ പിന്നെ വിളിക്കാമെന്ന് അപ്പൂനോട് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എങ്ങനെയുണ്ട് ഇപ്പൊ നിനക്ക്? കുഴപ്പമൊന്നുമില്ല അമ്മേ. ഐ ആം ഓൾ റൈറ്റ്. ഞാൻ കുറെ നേരം ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണം തോന്നി. അതാ. എന്തു പറ്റി അമ്മേ? എന്തിനാ അമ്മ കരയുന്നത്? എന്താ അമ്മേ? എന്നോട് പറ. കുറച്ചു മുമ്പ് ജോബിൻ വന്നിരുന്നു. അതെയോ? എന്നിട്ട് അമ്മ എന്താ എന്നെ വിളിക്കാത്തെ? നീ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ടെസ്റ്റിൽ ചിലതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടി. അത് പറയാനാ ജോബിൻ വന്നത്. കുഴപ്പമാണോ ഗീതാമ്മ? ഉടനെങ്ങാനും നമ്മൾ അടിച്ചു പോവോ? അപ്പോ എന്താ നീ ഇങ്ങനെ? അതിനുവേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്? ഞാൻ തമാശ പറഞ്ഞല്ലേ അമ്മ. അത്ര പെട്ടെന്നൊന്നും ഈ മുതൽ തട്ടിപ്പോവില്ല എന്ന് അമ്മയ്ക്കറിയില്ലേ. ചാകാൻ ശ്രമിച്ചപ്പോഴും BP വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ദൈവം തമ്പുരാൻ പറഞ്ഞത് സമയമായില്ല മോനെ ദിനേശാന്ന. 2 ലൈഫ് ലൈൻ കിട്ടിയ സ്ഥിതിക്ക് 3ാമതൊരെണ്ണത്തിന് കൂടി ചാൻസ് ഉണ്ട്. നീ നിർത്തുന്നുണ്ടോ അപ്പോ? ഇതുപോലുള്ള തമാശ ആസ്വദിക്കാനുള്ള മൂഡിലല്ല ഞാൻ. ശരി, എങ്കിൽ പറ, ഡോക്ടർ എന്ത് പറഞ്ഞു? എനിത്തിങ് സീരിയസ്? ഉടനെ സർജറി വേണ്ടി വരുമെന്നാ ഗൈനക്കോളജിസ്റ്റിന്റെ അഭിപ്രായം. സർജറി വേണ്ടിവരും എന്ന് പറയുമ്പോ ചിലപ്പോ യൂട്രസ് റിമൂവ് വേണ്ടി വരും എന്നാ ജോബിൻ പറഞ്ഞത്. റിയലി? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? അതൊരു ഗുഡ് ന്യൂസ് അല്ലേ അമ്മേ? അതിനാണോ ഗീതാമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി എന്തായാലും അത് റിമൂവ് ചെയ്യേണ്ടതല്ലേ അമ്മേ? അതല്പം നേരത്തെ ആവുന്നോണ്ട് എന്താ കുഴപ്പം? ഏതായാലും ഞാൻ ഹാപ്പിയാ. മാസാമാസമുള്ള നശിച്ച കുരിശിന്ന് ഒന്ന് രക്ഷപ്പെടാലോ. അതിനു വേണ്ടി ഇനി അമ്മ അറിയാതെ മെഡിസിനും എടുക്കേണ്ടി വരില്ലല്ലോ. 1 മാസത്തേക്കുള്ള മെഡിസിൻ തന്നിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക ഡോക്ടർ. അതുവരെ പ്രോപ്പർ റെസ്റ്റ് വേണമെന്ന് പ്രത്യേകം പറഞ്ഞു ജോബിൻ. എന്ത് വേണേലും ചെയ്യാൻ ഞാൻ റെഡിയാ. എങ്ങനെയെങ്കിലും ആ നശിച്ച സാധനം ബോഡിയിൽ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു.
ദേഷ്യം തോന്നുന്നുണ്ടോ എന്നോട്? മുത്തശ്ശി, ആ മോൻ എത്തിയോ? അതിന് മണി 6 ആയതല്ലേ ഉള്ളൂ. എന്നും ഈ സമയാവൂ ഇറങ്ങാൻ? അതോ ഇന്ന് മാളും ഇവിടെ ഉള്ളത് കൊണ്ട് അല്പം നേരത്തെ ഇറങ്ങാന്ന് വെച്ചാണോ? ഇല്ല മുത്തശ്ശി, ശരിക്കും ഡ്യൂട്ടി ഉച്ചയ്ക്ക് കഴിയേണ്ടതായിരുന്നു. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ ഒരു എമർജൻസി കേസ് വന്ന് പെട്ടത്. പേഷ്യന്റ് മാനേജ്മെന്റിന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട്. മനസ്സിലായി. മാളു പറഞ്ഞിരുന്നു. അല്ലെങ്കിലും ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാ ഡോക്ടറെ. കുടുംബത്തിൽ എന്ത് നല്ല കാര്യം വന്നാലും ഒന്നുകിൽ അവരായിട്ട് അത് മുടക്കും, അല്ലെങ്കിൽ അവർക്ക് അതിൽ പങ്കെടുക്കാനുള്ള യോഗം ഉണ്ടാവില്ല. മുത്തശ്ശിയുടെ പറച്ചിൽ കേട്ടിട്ട് ഞാൻ മനഃപൂർവ്വം വരാതിരിക്കാൻ ശ്രമിച്ചതുപോലെ ഉണ്ടല്ലോ. ഓയ്യോയ്യോ, എന്നൊന്നും ഞാൻ പറയില്ല. ഡോക്ടർ മനഃപൂർവ്വം വരാഞ്ഞതാണോ അതോ ഇനി വരാൻ യോഗമില്ലാത്തതാണോ എന്നൊക്കെ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതി. ആ, ജോബിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? ആന്റി, ഒരു മേജർ സർജറി ആയിരുന്നു. പേഷ്യന്റ് ഹൈ റിസ്ക് ലെവലിലായിരുന്നു. ഇപ്പോഴും സർവൈവിംഗ് സ്റ്റേജ് കടന്നിട്ടില്ല. ഞങ്ങളുടെ ടീം ഇപ്പോഴും അവിടെ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ പിന്നെ ചീഫിനോട് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് പോരുകയായിരുന്നു. ഓ, ഇനിയിപ്പോ അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇത്രയും താമസിച്ച സ്ഥിതിക്ക് എല്ലാം കഴിഞ്ഞ് 2-1 തീരുമാനമായ ശേഷം പോന്നാ പോരായിരുന്നോ? സോറി ആന്റി, ലഞ്ചിന് വരാമെന്ന് തന്നെയായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷേ അപ്പോഴാ ഇങ്ങനൊരു കേസ് വന്ന് പെട്ടത്. ചെറിയാൻ സാറിന് എന്നെ വലിയ കാര്യമായതുകൊണ്ട് മേജർ കേസൊക്കെ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വിളിക്കാറ്. സീനിയർ ഡോക്ടർ അത്രയും കാര്യമായിട്ട് വിളിക്കുമ്പോൾ എങ്ങനെയാ പറ്റില്ലെന്ന് പറയാ? ജോബിന്റെ ജോലിയുടെ സ്വഭാവവും ഉത്തരവാദിത്വവും ഒക്കെ ഞങ്ങൾക്കും മനസ്സിലാവും. അതുകൊണ്ട് പരാതിയൊന്നുമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വിരുന്നിന് വരുമ്പോ അത് രണ്ടുപേരും ഒരുമിച്ചായിരിക്കണം എന്നല്ലേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതും നടന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും എത്തുന്ന ഉറപ്പ് പറഞ്ഞിട്ട് അതും നടക്കാതെ വന്നപ്പോ എല്ലാവർക്കും ഒരു വിഷമമായി, പ്രത്യേകിച്ച് മാളൂന്. മാളുവിന്റെ കാര്യം പിന്നെയും പോട്ടെന്ന് വെക്കാം. മോളെ മരുമോനെയും പരിചയപ്പെടുത്താൻ വേണ്ടി കൂട്ടുകാരനെ ക്ഷണിച്ചോണ്ട് വന്ന മുരളിക്ക് ആകെ നാണക്കേടായില്ലേ? ശോ, കൂട്ടുകാരന്റെ മുന്നിലിരുന്ന് ഉരുകി ഒലിക്കായിരുന്നു പാവം. പേരിനെന്തോ കഴിച്ചെന്ന് വരുത്തി വന്നയാള് സ്ഥലം വിട്ടു. ചുരുക്കി കൂട്ടി പറഞ്ഞ നല്ലൊരു ദിവസമായിട്ട് സന്തോഷത്തോടെ ആർക്കും ഒരുപിടി ആഹാരം കഴിക്കാൻ ഒത്തില്ലെന്ന് പറഞ്ഞാ മതിയല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, എല്ലാത്തിനും ഒരു യോഗം കൂടി വേണോന്ന്. പോട്ടെ, ഇനി അതിന്റെ പേരിൽ ജോബിൻ വിഷമിക്കുകയും സോറി പറയുകയൊന്നും വേണ്ടാട്ടോ. ആശുപത്രിയിലെ തിരക്കിനിടയിൽ ഇങ്ങനെയും ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് ഓർത്താ മതി. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഇതുവരെ ജോബിന്റെ ഒരു ബാച്ചുലർ ലൈഫായിരുന്നു. ഇനി മുതൽ ഒരു കുടുംബനാഥന്റെ റോളിലേക്ക് മാറിയ കാര്യം ഓർമ്മയുണ്ടാവണമെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എത്ര തിരക്കുണ്ടെങ്കിലും സ്വന്തം കുടുംബത്തിനു വേണ്ടി അല്പസമയം മാറ്റിവെക്കണം. അല്ലെങ്കിലും താൻ ചത്ത് മീൻ പിടിച്ചിട്ട് എന്ത് കാര്യം? വാങ്ങുന്ന ശമ്പളത്തോട് കൂറ് കാണിക്കണം. അല്ലാതെ 24 മണിക്കൂറും ജോലിക്കാര്യം മാത്രം നോക്കി നടന്നാ ഒടുക്കം കുടുംബജീവിതം കൈപ്പിടിയിൽ അങ്ങ് പോവും. പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? വീടിന് കൊള്ളാത്തവൻ നാടിന് വേണ്ടാത്തവനാവും, അത്ര തന്നെ. ജോബിന് ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട ആന്റി. മാളു എവിടെ? അവള് റൂമിലുണ്ട്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. അമ്മ ഇതെന്തു ഭാവിച്ച? എന്തിനാ ജോബിനോട് മുള്ളുമുരയും വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്? സംസാരിച്ചെങ്കിലേ കണക്കായിപ്പോയി. ആ, നല്ലൊരു ദിവസം അവനായിട്ടല്ലേ നശിപ്പിച്ചത്. അതിലെനിക്ക് അത്രയ്ക്ക് ദണ്ണുണ്ടെന്ന് കൂട്ടിക്കോ. അല്ല പിന്നെ